Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. പീഡാനുഭവ വെള്ളി, ദുഃഖവെള്ളി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് പൊതുവെ അറിയപ്പെടാറ്. യഥാർത്ഥത്തിൽ ആ ദിവ്യരഹസ്യത്തിന്റെ രണ്ടു മാനങ്ങളാണ് ഈ രണ്ട് പേരുകൾ സൂചിപ്പിക്കുന്നത്. മാനുഷികമായി നോക്കുമ്പോൾ അത് പീഡാസഹനത്തിന്റെയും ദുഃഖത്തിന്റെയും വെള്ളിയായിരുന്നു. എന്നാൽ ദൈവിക പദ്ധതിയിൽ ആത്യന്തികമായി മനുഷ്യവർഗത്തെ സംബന്ധിച്ച് അത് രക്ഷയുടെ വെള്ളിയായിരുന്നതുകൊണ്ട് ഗുഡ് ഫ്രൈഡേയുമാണ്. പന്തക്കുസ്ത ദിനം മുതൽ ശ്ലീഹന്മാരുടെ പ്രഘോഷണത്തിന്റെ മുഖ്യ വിഷയം ഈശോയുടെ ശ്ലീവാമരണവും സംസ്കാരവും ഉത്ഥാനവുമായിരുന്നു. സുവിശേഷങ്ങളുടെ തന്നെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഭാഗം ശ്ലീഹന്മാരുടെ പ്രഘോഷണ വിഷയമായിരുന്ന ഈ സഹനമരണോത്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന അവസാന അധ്യായങ്ങളായിരുന്നു എന്ന് പറയാറുണ്ട്. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച് സഭാപിതാക്കന്മാര് പഴയ നിയമത്തിലെ ഏഷ്യ നിവിയയുടെ പ്രവചനത്തിലെ സഹനദാസനെ കുറിച്ചുള്ള ഗീതം 53-ാം അധ്യായത്തിലെ ഗീതത്തെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യയുടെ പുസ്തകം 53-ാം അധ്യായത്തെ 5-ാമത്തെ സുവിശേഷമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ അധ്യായത്തിന്റെ മുഖ്യ പ്രമേയം മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത് സഹനമേറ്റെടുത്ത് മരിക്കാൻ തയ്യാറാകുന്ന സഹനദാസനാണ്. യഥാർത്ഥത്തിൽ ഈ സഹനദാസൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിനു വേണ്ടി സ്വയം ബലിയായി അർപ്പിച്ച നസ്രായൻ ഈശോയുടെ മുൻരൂപമാണ്. ഏഷ്യ നിവിയ ഇപ്രകാരം എഴുതുന്നു: ശ്രദ്ധാർഹമായ ഗാംഭീര്യമോ ആകർഷകമായ രൂപഭംഗിയോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നമ്മൾ കരുതി. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ അകൃത്യങ്ങളാലാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഏഷ്യ നിവിയായുടെ 53-ാം അധ്യായത്തിലെ ഈ ആദ്യത്തെ 12 വാക്യങ്ങൾ യഥാർത്ഥത്തില് ഈശോയുടെ സഹന മരണത്തിന്റെ, സ്ലീവാ മരണത്തിന്റെയും അതിന്റെ അർത്ഥത്തിന്റെയും പൂർണ്ണമായ ഒരു നിർവചനം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് വേണ്ടി സഹനമേറ്റെടുത്ത് സ്ലീവായിൽ മരിച്ച് രക്ഷ നേടിത്തന്ന ആ രക്ഷാകര ചരിത്രത്തിന്റെ സംഭവത്തിന്റെ പൂർത്തീകരണം, ആ പെസഹായുടെ ആഘോഷമാണ്, അനുസ്മരണമാണ് ഇന്നേ ദിവസം നമ്മൾ നടത്തുന്നത്. ഈ പെസഹ സംഭവം യഥാർത്ഥത്തില് ഇന്നലെ നമ്മൾ അനുസ്മരിച്ച അന്ത്യത്താഴ് വേളയിൽ ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച കാൽവരിയിൽ പൂർത്തിയാകാനിരുന്ന ആ മരണത്തിന്റെ, ആ ബലിയുടെ മുൻ അവതരണമായിരുന്നല്ലോ അന്ത്യത്താഴ് വേളയിലെ ഊട്ടുശാലയില് അവിടുന്ന് സ്ഥാപിച്ച ആ ശരീരവും രക്തവും നമുക്കായി അവിടുന്ന് വിഭജിച്ച് നൽകിയ ആ സംഭവം. അതിനുശേഷം അവിടുന്ന് ഒലിവ് തോട്ടത്തിലേക്ക് പോവുകയും അവിടെ പ്രാർത്ഥനാനിരതനായിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടുന്ന് ആദ്യം പറയുന്നത് എന്റെ ആത്മാവ് മരണകരമായ വേദനയിൽ ആയിരിക്കുന്നുവെന്നാണ്.
ഈശോയുടെ പൂർണ്ണ മനുഷ്യത്വം വെളിവാക്കുന്നതാണ് ഈ പ്രയോഗമെന്നാണ്, ഈ പ്രസ്താവന എന്നാണ് സഭാപിതാക്കന്മാർ പറയുക. നീതിമാന്റെ സഹനത്തെക്കുറിച്ച്, സഹിക്കുന്ന നീതിമാനെക്കുറിച്ച് 31 സങ്കീർത്തനം 10 വാക്യത്തിലും 43 സങ്കീർത്തനം 5 വാക്യത്തിലുമൊക്കെ പറയുന്നത് ഇവിടെ നിറവേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മെർവിലെ ഈശോദാദ് എന്ന സഭാപിതാവ് പറയും, ഈശോ തന്റെ വേദന കണ്ടിട്ട്, സഹനം വരാൻ പോകുന്ന ആ മരണത്തിന്റെ ദുഃഖം, ആ വേദനയാലല്ല അവിടുന്ന് ദുഃഖിക്കുന്നത്, അത് കണ്ടിട്ടല്ല. കാരണം ബോധപൂർവമാണ് ഈശോ തന്റെ സഹനത്തിലേക്കും കുരിശിലേക്കും നടന്നു നീങ്ങിയത് എന്ന്. മറിച്ച് തന്റെ ഈ സഹനവും മരണവും യഹൂദരുടെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ലല്ലോ, തന്റെ രക്തത്തിന് കുറ്റക്കാരായ യഹൂദരെ പ്രതിയാണ് അവിടുന്ന് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്തതെന്നാണ് ഈശോദാദ് അഭിപ്രായപ്പെടുന്നത്. ഈശോ തുടർന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ എന്നെ കാത്ത് ഉണർന്നിരിക്കുവിൻ. ഉണർന്നിരിക്കേണ്ടത് എന്തിനാണെന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കാരണം ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഇവിടെ ആത്മാവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദൈവാത്മാവിനെയാണ്, ദൈവാരൂപിയെയാണ്, റൂഹാദ് കുദിശായെയാണ്. ബലഹീനമായ മനുഷ്യപ്രകൃതിയെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുവാനും ദൈവാരൂപി റൂഹാദ് കുദിശ എന്നും സന്നദ്ധനാണ്, ശക്തനാണ്. എങ്കിലും മനുഷ്യപ്രകൃതി ബലഹീനമായതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഉപദേശിക്കുകയായിരുന്നു. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർപ്പാപ്പ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ഇത് നമ്മളോടുമുള്ള ഒരു ആഹ്വാനമാണ്, നമുക്കുമുള്ള നിർദ്ദേശമാണ് എന്ന്. കാരണം നമ്മൾ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ദുഷ്ടശക്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോ തുടർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പിതൃപുത്ര ബന്ധം അവിടെ വെളിവാകുന്നുണ്ട്. എന്താണ് അവിടുന്ന് പറയുന്നത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. പാനപാത്രം സൂചിപ്പിക്കുന്നത് ഈശോയുടെ സഹനത്തെയാണ്. ഈ സഹനത്തിൽ നിന്ന് ഓടിയകലുവാനുള്ള മാനുഷികമായ പ്രലോഭനമാണ് അവിടെ പ്രകാശിതമാകുന്നത്. ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഈ പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ കുരിശ്, ഈ സഹനം, ഈ മരണം എന്നെ വിട്ടുപോകട്ടെ, ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവവുമായിരുന്നു. പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ആ തുടർന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗം. ഇവിടെ യഥാർത്ഥത്തില് ഈശോയുടെ തന്നെ രണ്ട് സ്വഭാവങ്ങള്, മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും വ്യക്തമാകുകയാണ്. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ഈശോയുടെ ഇഷ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇഷ്ടമോ പദ്ധതിയോ ഇച്ഛയോ ആയിരുന്നില്ല പിതാവായ ദൈവത്തിൻ്റെത്. പിതാവിന്റെ ഹിതവും ഈശോയുടെ ഹിതവും ഒന്നു തന്നെയായിരുന്നു. അപ്പോൾ ആ ഹിതത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിക്ക് അവിടുന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടുന്ന് മുട്ടിന്മേൽ വീണ്, കമിഴ്ന്നു വീണ്, രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു എന്നാണല്ലോ സുവിശേഷകന്മാരെ രേഖപ്പെടുത്തുന്നത്. എത്രമാത്രം തീവ്രമായ പ്രാർത്ഥനയായിരുന്നു അവിടുത്തേത് എന്ന് കാണിക്കുന്നതാണിത്. അവിടുത്തെ സംഘർഷവും അതിന്റെ പാരമ്യത്തിലെത്തുന്നതാണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത്. സുറിയാനി സഭയുടെ പിതാവായ അപ്രേം പിതാവ് ഈ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ആദം തോട്ടത്തിൽ നിന്ന് തന്റെ അനുസരണക്കേട് മൂലം നഷ്ടമാക്കിയ ആ ആദത്തെ സുഖപ്പെടുത്തുന്നതായിരുന്നു ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ സമയത്ത്, തോട്ടത്തിലുള്ള പ്രാർത്ഥനയുടെ സമയത്ത് അവിടുത്തെ വിയർപ്പ് രക്തകണങ്ങളായിട്ട് പുറത്തു വന്നത് എന്ന്. ആ രക്തകണങ്ങള് ആദത്തെ സുഖപ്പെടുത്തുന്നവയായിരുന്നു. തോട്ടത്തിലേക്ക്, ദൈവിക സഹവാസത്തിലേക്ക് ആദത്തെയും മനുഷ്യവർഗത്തെയും തിരികെ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന, അതിന് കാരണമായി തീർന്ന പ്രാർത്ഥനയായിരുന്നു ഈ രക്തമുയർത്തുള്ളത് എന്ന് അപ്രേം പിതാവ് പറയും. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂദാസിന്റെ നേതൃത്വത്തിൽ ഈശോയെ ബന്ധിക്കുവാനായിട്ട് യഹൂദ നേതാക്കന്മാരയച്ച പടയാളികളും സൈന്യവ്യൂഹവും ഒക്കെ എത്തുന്നത്.
ഇവിടെ ചുംബിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന യൂദാസിനെയാണ് നമ്മൾ കാണുന്നത്. സ്നേഹത്തിന്റെ അടയാളമായിരുന്ന ചുംബനം തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദാസ് ഉപയോഗിക്കുന്നു. ഈശോ അവിടെയും തന്റെ സ്നേഹവും കരുണയും വ്യക്തമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്നേഹിത, നീ ഇങ്ങനെയാണോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയാണോ നീ വന്നിരിക്കുന്നത്? ഇതിനായാണോ നീ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം യൂദാസിനെ ആശ്ലേഷിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ സ്നേഹ പ്രകടനമോ ഒന്നും യൂദാസിന്റെ മനസ്സിനെ ഇളക്കിയില്ല. അത് അവനെ അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്തില്ല. ഇപ്രകാരം ഈശോയെ ബന്ധിക്കുവാനായിട്ട് പടയാളികൾ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു ശിഷ്യപ്രമുഖനായിരുന്ന പത്രോസ് വാളൂരി അവരെ ഈ അതിക്രമത്തെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്. മാനുഷികമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു പത്രോസിന്റെ ചിന്ത. ഈശോ തന്റെ പീഡാസഹനത്തെക്കുറിച്ച് എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് പത്രോസ് ലീഹ, മാനുഷികമായ രീതിയിൽ മാത്രമാണല്ലോ അതിനെ കണ്ടിരുന്നത്. ആദ്യമായി ഈശോ തന്റെ പീഡാസഹനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചപ്പോൾ ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന പത്രോസിനെ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പത്രോസിന്റെ ഈ പ്രതിരോധ ശ്രമത്തെ കർത്താവ് പ്രതിരോധിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, വാള് നിന്റെ ഉറയിലിടുക, കാരണം വാളെടുക്കുന്നവൻ വാളാൽ തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണമായ നിർവഹണത്തിലൂടെ വേണം താൻ ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുവാനെന്ന് അറിഞ്ഞിരുന്ന ഈ കാസ ഞാൻ കുടിക്കേണ്ടതില്ലയോ എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഒരല്പം മുൻപ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, കാസ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞ ഈശോ പ്രാർത്ഥനയിൽ നിന്ന്, പിതാവുമായുള്ള ആ സംഭാഷണത്തിൽ നിന്ന് ഈ സഹനത്തെ സ്വീകരിക്കുവാൻ ശക്തി സംഭരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പ്രയോഗം. ഈ കാസ ഞാൻ സ്വീകരിക്കേണ്ടതല്ലയോ, കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നത്. മാത്രമല്ല, ലൂക്കായുടെ വിവരണമനുസരിച്ച് പത്രോസ് ഛേദിച്ച പ്രധാന പുരോഹിതന്റെ ഭൃത്യന്റെ ചെവിയാണല്ലോ പത്രോസ് ഛേദിച്ചത്. ആ ഛേദിച്ച ചെവി ഈശോ എടുത്ത് തൊട്ട് സുഖപ്പെടുത്തുന്നു, പൂർവ്വസ്ഥാനത്ത് വെച്ച് സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം ഈ ചെവി സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പല സഭാപിതാക്കന്മാരും വിശദീകരണം നൽകുന്നുണ്ട്. ഒറിജൻ പറയും ഈശോ സുഖപ്പെടുത്തിയത് യഹൂദരെ സുഖപ്പെടുത്തുകയായിരുന്നു. കാരണം മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും നൽകപ്പെട്ട നിയമങ്ങൾ യഹൂദർ ശ്രവിച്ചിരുന്നുവെങ്കിലും ആ ശ്രവണം കൊണ്ട് മിശിഹായെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ മിശിഹായെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന തരത്തില് താഴെ വീണു പോയിരുന്ന അവരുടെ ചെവി എടുത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ഈശോ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ നിയമത്തിന്റെയും പ്രവചനത്തിന്റെയും എല്ലാം അർത്ഥം ഗ്രഹിക്കുവാൻ വേണ്ടി യഹൂദരുടെ മനസ്സ് തുറന്നു നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഈശോയുടെ പരിശ്രമമായിരുന്നു ഈ സുഖപ്പെടുത്തൽ എന്നാണ് വലിയ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പറയുന്നത്. പൗരസ്ത്യ സഭാപിതാവായ അപ്രേമന്റെ അഭിപ്രായത്തില് അക്രമത്തെ സൗഖ്യം കൊണ്ട് നേരിടുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പത്രോസ് അക്രമം കൊണ്ട് ഇതിനെ നേരിടാമെന്ന് കരുതി, പക്ഷേ അവിടെ ഈശോ അതിനെ സ്നേഹം കൊണ്ട്, സൗഖ്യം കൊണ്ട് നേരിടുകയാണ്. യഥാർത്ഥത്തില് ഈശോ ദൈവപുത്രനാണ് എന്നുള്ള സത്യം വെളിവാക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ഈ സുഖപ്പെടുത്തല്. കാരണം മാനുഷികമായി ചിന്തിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. മിലാനിലെ മെത്രാനായിരുന്ന സഭാപിതാവായ അംബ്രോസിന്റെ അഭിപ്രായത്തില് മാംസം അത് രൂപപ്പെടുത്തിയ സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. സ്രഷ്ടാവായ ദൈവം തന്നെ ആ വചനമാണല്ലോ, ഏത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു ആ വചനം തന്നെയാണല്ലോ മനുഷ്യനായി അവതരിച്ചിരുന്നത്. ആ മാംസം ധരിച്ച വചനമായ ഈശോ ഈ ഛേദിക്കപ്പെട്ട ചെവി, ഈ മാംസ കഷണം നിലത്തുനിന്നെടുക്കുമ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ, ആ സ്രഷ്ടാവ് തന്നെ ഈ പൂർവ്വസ്ഥിതിയിലേക്ക്, ആ സൃഷ്ടിയുടെ ആദ്യ രൂപത്തിലേക്ക് പുനഃസ്ഥാപിക്കുമ്പോൾ ഈ മണ്ണ് തന്നെ സ്രഷ്ടാവിനെ തിരിച്ചറിയുന്നതാണ് എന്നാണ് അംബ്രോസിന്റെ വ്യാഖ്യാനം. ഇപ്രകാരം ഈശോ പൂർണ്ണമായി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ്, അവരുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്, താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ആ രാത്രി. പ്രകാരം ഇവർ ബന്ധിച്ച് ഈശോയെ കൊണ്ടുപോകുന്നത് പ്രധാന പുരോഹിതനായിരുന്ന കയ്യപ്പായുടെ പക്കലേക്കാണ്. അവിടെയാണ് ആദ്യത്തെ വിചാരണ, ഒരു റിലീജിയസ് ട്രയൽ നടക്കുന്നത്, മതവിചാരണ നടക്കുന്നത്.
സാൻഹെദ്രിൻ മുഴുവനും സമ്മേളിച്ചിട്ടുണ്ട്. പ്രധാന പുരോഹിതനുണ്ട്, മറ്റു പുരോഹിതന്മാരുണ്ട്, പ്രമുഖരുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഈശോയ്ക്കെതിരെ കള്ളസാക്ഷികൾ പലതും സാക്ഷ്യപ്പെടുത്താൻ നോക്കി. അതൊന്നും തമ്മിൽ യോജിച്ചില്ല. അവസാനം ഈശോ ദേവാലയം നശിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നുള്ള ദുഷ്ടമായ ആരോപണം, വ്യാജമായ ആരോപണം ഈശോയ്ക്കെതിരെ കൊണ്ടുവന്നു. ഈശോ ഒരിക്കലും ദേവാലയം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. കാരണം മിശിഹായെ സ്വീകരിക്കാതെ പോകുന്നത് കൊണ്ട് ഓർസുലേം ദേവാലയം നശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം ഈശോ പറഞ്ഞിരുന്നു. അത് ഈശോ മാത്രമല്ല, ജെറമിയ പ്രവാചകൻ 7-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലുമെല്ലാം ഓർസുലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. വലിയ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നല്ലോ ഈ ഓർസുലേം ദേവാലയം. അതിന്റെ മാർബിൾ ശിലകൾ തന്നെ 40 അടി ഉയരമുള്ളതും 100 ടൺ ഭാരമുള്ളവയുമായിരുന്നു. അതിന്റെ അകത്തളമാകട്ടെ 1,70,000 ചതുരശ്ര കിലോമീറ്റർ ചതുരശ്ര അടി വിസ്താരമുള്ളവയായിരുന്നു. കിഴക്കിന് അഭിമുഖമായ ഒലിവുമലയ്ക്ക് അഭിമുഖമായി കിഴക്കേ ഭിത്തിയാകട്ടെ 300 അടി ഉയരമുള്ളതുമായിരുന്നു. ഇപ്രകാരം നിർമ്മിക്കപ്പെട്ടിരുന്ന സോളമന്റെ കാലത്ത് നിർമ്മിച്ചതും പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടതുമായ ബാബിലോണിയൻ വിപ്രവാസത്തിന് ശേഷം പുനരുദ്ധരിക്കപ്പെട്ടതും പിന്നീട് ഈശോയുടെ കാലത്ത് ഹെറോദോസിന്റെ ഭരണകാലത്ത് രാജാവിന്റെ ഭരണകാലത്ത് വീണ്ടും നവീകരിക്കപ്പെട്ടതുമായ ആ ദേവാലയമാണ് നശിപ്പിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞിരുന്നത്. വീണ്ടും വേറൊരു അവസരത്തിൽ ദേവാലയ ശുദ്ധീകരണത്തിന്റെ വേളയിലെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുകയും ഞാനിത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന്. അവിടെ ഈശോ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണെന്ന് യോഹന്നാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 സന്ദർഭങ്ങളിൽ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ ദേവാലയം നശിപ്പിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടെ വ്യാജമായ ആരോപണമാണ് ഈശോയ്ക്കെതിരെ ഉന്നയിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. പ്രധാന പുരോഹിതന്റെ ചോദ്യം, ഈശോയോടുള്ള ചോദ്യം, നീ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, മിശിഹായാണ്. ഈശോയുടെ ഐഡന്റിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. ഈശോ എന്തായിരുന്നുവോ അത് തന്നെയാണ് ആ മർമ്മപ്രധാനമായ കാര്യം. സുവിശേഷം മുഴുവന്റെയും സംഗ്രഹം അതാണല്ലോ. മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നതിന് ദൈവപുത്രനും മിശിഹായുമായ ഈശോയുടെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയും, താനിത് എഴുതുന്നത് ഈ നസ്രായനായ ഈശോ ദൈവപുത്രനും മിശിഹായുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയും. ഇത് തന്നെയാണ് സുവിശേഷത്തിന്റെ കാതൽ. ഇത് തന്നെയാണ് ഈശോ, ദൈവപുത്രനാണ്, മിശിഹായാണ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് അവർക്ക് പ്രധാന പുരോഹിതന് ചോദിക്കുവാനുണ്ടായിരുന്നത്. മർക്കോസിന്റെ വിവരണമനുസരിച്ച് ഈശോ ഞാൻ ആകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അയാം എന്നാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം വെളിപ്പെടുത്തിയ അതേ പേര് തന്നെ, ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഏകോ എയ്മി എന്നുള്ള ആ പ്രയോഗം തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ വെളിപ്പെടുത്തിയ ദൈവവും താനും ഒന്ന് തന്നെയാണ്. ആ ദൈവത്തിന്റെ പുത്രനാണ് താൻ. അവൻ വാഗ്ദാനം ചെയ്തിരുന്ന രക്ഷകനായ മിശിഹായാണ് താനെന്ന് ഈശോ ഏറ്റു പറയുകയാണ്. അപ്പോൾ ഈ പ്രഘോഷണം, ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ദൈവദൂഷണമായിട്ടാണ് പ്രധാന പുരോഹിതർക്കും സാൻഹെദ്രിൻ സംഘത്തിനും തോന്നിയത്. അതുകൊണ്ടാണ് ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാൻഹെദ്രിൻ അവനെ മരണത്തിന് വിധിക്കുന്നു. പക്ഷേ ഈ യഹൂദർ അന്ന് 1-ാം നൂറ്റാണ്ടില് റോമാ ആധിപത്യത്തിന് കീഴിലായിരുന്നതുകൊണ്ട് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് നടപ്പാക്കുന്നതിന് അവർക്ക് അവകാശമില്ലായിരുന്നു. അതുകൊണ്ടാണ് 2ാമത്തെ വിചാരണയ്ക്കായിട്ട് വിജാതീയനായ പീലാത്തോസിന്റെ പക്കലേക്ക്, റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ പക്കലേക്ക് അയക്കുന്നത്. പ്രത്തോറിയത്തിലേക്ക് ഈശോയെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ശിഷ്യന്മാരിൽ പലരും തന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു. പക്ഷെ പത്രോസ് മാത്രം അല്പമായിട്ട് ഈശോയെ അനുഗമിക്കുന്നത് സുവിശേഷന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഈശോ വിചാരണയ്ക്കായിട്ട് അകത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ ഇവിടെ പുറത്തിരുന്ന് ഭടന്മാരോടൊപ്പം പരിചാരരോടൊപ്പം തീ കായുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുക. യഹൂദ നേതാക്കന്മാരുടെ അസൂയ നിമിത്തമാണ് ഈശോയെ തന്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് ഈശോയുടെ നിഷ്കളങ്കത പല പ്രാവശ്യം പരസ്യമായി ഏറ്റുപറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് പീലാത്തോസ് പ്രസ്താവിക്കുന്നുണ്ട്. ഈ സത്യം പീലാത്തോസിന് ബോധ്യമായെങ്കിലും ആ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ലായിരുന്നു. കാരണം യഹൂദ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു തന്റെ അധികാര കസേരയിൽ തുടരുവാൻ വേണ്ടി.
ഭീരുവായിത്തീരുന്ന പീലാത്തോസിനെയാണ് നമ്മൾ കാണുന്നത്. ഈശോയെ വിട്ടുകൊടുക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നത് കൊണ്ടാകണം യഹൂദരുടെ രീതി അനുസരിച്ച് പെസഹാ തിരുനാളിന് ഒരു തടവുകാരനെ വിമോചിപ്പിക്കുന്ന പാരമ്പര്യമനുസരിച്ച് ഈശോയെയാണോ വലിയ കൊലപാതകത്തിനും ലഹളയ്ക്കുമെല്ലാം കാരണഭൂതനായി ജയിലിലായിരുന്ന തടവറയിലായിരുന്ന ബറാബാസിനെയാണോ വിട്ടുതരേണ്ടത് എന്ന് ഈ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. ജനം ബറാബാസിനെ സ്വതന്ത്രനാക്കണം, ഈശോയെ മരണത്തിന് വിധിക്കണമെന്ന് തന്നെയാണ് തീരുമാനമെടുക്കുന്നതും ആവശ്യപ്പെടുന്നതുമെല്ലാം. ഇവിടെ ഈശോയും ബറാബാസും തമ്മിലുള്ള ഒരു സംഘർഷം നമുക്ക് കാണാൻ സാധിക്കും. യഹൂദ നേതൃത്വത്തിന് മുൻപിൽ പീലാത്തോസ് മുൻപിൽ വച്ചത് രണ്ട് ബറാബാസുമാരെയാണ്. ബാർ ആബ്ബ എന്ന വാക്കിന്റെ അർത്ഥം, ബാർ എന്ന പദത്തിന്റെ അർത്ഥം പുത്രനെന്നും ആബ്ബ എന്നുള്ളതിന് പിതാവെന്നുമാണല്ലോ. അപ്പോൾ പിതാവിന്റെ പുത്രൻ എന്ന് ആയിരുന്നു ബറാബായുടെ പേരിന്റെ അർത്ഥം. ഇവിടെ മറുവശത്ത് നിൽക്കുന്നത് യഥാർത്ഥ പിതാവിന്റെ പുത്രൻ തന്നെ, ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. യഹൂദര് നേതൃത്വം യഥാർത്ഥ ദൈവപുത്രനായ ഈശോയെ തള്ളിപ്പറഞ്ഞിട്ട് കൊലപാതകിയും കുറ്റക്കാരനുമായിരുന്ന ബറാബാസിനെ സ്വതന്ത്രനാക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ബറാബാസ് മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. കുറ്റവാളി, തെറ്റ് ചെയ്ത, ദൈവത്തോട് ധിക്കരിച്ച മനുഷ്യവർഗം മുഴുവന്റെയും പ്രതീകമായിട്ട് ബറാബാസ് നിൽക്കുന്നു. ഈ ബറാബാസിന് പകരമായിട്ട് ദൈവപുത്രനായ ഈശോ മരണം ഏറ്റെടുക്കുകയാണ്. മനുഷ്യരായ നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചതിന്റെ മറ്റൊരു അവതരണമാണിത്. പീലാത്തോസിന്റെ വിചാരണയ്ക്ക് ശേഷം അതിനിടയിൽ തന്നെ ഹെറോദിന്റെ പക്കലേക്ക് ഈശോയെ വിടുന്നതും ഹെറോദിന്റെ മുൻപിലും ഈശോ മൗനം അവലംബിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹെറോദ് ഈശോയെ തിരിച്ചുവിടുമ്പോൾ ഹെറോദും പീലാത്തോസും തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന ശത്രുത അവസാനിച്ച് അവർ രമ്യതയിലായി എന്ന് സുവിശേഷകർ രേഖപ്പെടുത്തുന്നു. ഈശോയുടെ മരണം മനുഷ്യവർഗത്തിന്റെ അനുരഞ്ജനത്തിന് കാരണമായി എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഈ സംഭവം. സഭാപിതാക്കന്മാർ പറയും, ഇവിടെ ഈ യഹൂദനായ ഹെറോദും വിജാതീയനായ പീലാത്തോസും തമ്മിൽ രമ്യതയിലാകുന്നത് ഈശോ എന്ന വ്യക്തിയിലൂടെയാണ്, വ്യക്തിമൂലമാണ്. ഈശോയുടെ കുരിശുമരണത്തിലൂടെ യഹൂദരും വിജാതീയരും സത്യദൈവത്തിലേക്ക് വരുന്നത് അനുരഞ്ജിതരാകുന്നതിന്റെ അടയാളമാണ് ഇതെന്നും സഭാപിതാക്കന്മാർ പറയാറുണ്ട്. വിചാരണകൾ നടക്കുന്ന വേളയിൽ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നു. അത് കൂടെ നിൽക്കേണ്ടിയിരുന്നവൻ ഈശോയെ തള്ളിപ്പറയുന്നു. പക്ഷേ ഈശോ തിരിഞ്ഞു നോക്കുന്നത് പത്രോസിന്റെ മനസ്താപത്തിനും തിരിച്ചുവരവിനും കാരണമായി അത് രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. മരണത്തിന് വിധിക്കപ്പെട്ട ഈശോയെ പടയാളികള് പുച്ഛിക്കുന്നതും മുൾമുടി ധരിപ്പിക്കുന്നതും മിശിഹായുടെ മുഖത്ത് തുപ്പുന്നതും അവഹേളിക്കുന്നതും കവിളിലടിക്കുന്നതും കയ്പുള്ള വിനാഗിരി കുടിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മുൾമുടി ധരിപ്പിക്കപ്പെട്ട് വസ്ത്രങ്ങൾ വിരിഞ്ഞെടുക്കപ്പെട്ട് അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഇസഹാക്ക് മോറിയാമലയിലേക്ക് വിറകുകെട്ടുമായിട്ട് ബലിയർപ്പണത്തിനുള്ള ദഹനബലിക്കുള്ള വിറകുമായി പോകുന്ന ആ രംഗമാണ് നമ്മുടെ മനസ്സിൽ വരിക. അങ്ങനെ മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ഈ കുരിശുമായി നീങ്ങുന്നു. കാൽവരിയിൽ അവിടുന്ന് കുരിശിൽ മരിക്കുകയും ചെയ്യുന്നു. ഈ മരിക്കുന്ന വേളയിൽ ഈശോയുടെ മരണത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്നതാണ് ആ നല്ല കള്ളനോടുള്ള ഈശോയുടെ സംഭാഷണം. നല്ല കള്ളൻ വീണ്ടും മനുഷ്യവർഗത്തിന്റെ പ്രതീകമാണ്, അനുതപിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പ്രതീകമാണ്. തന്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യമുള്ളവനായി തീർന്നു അവൻ. ആ തെറ്റ് ഏറ്റുപറയുമ്പോൾ, അനുതപിക്കുമ്പോൾ അത് അവന് രക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. കുരിശിൽ മരിക്കുന്ന ഈശോ നല്ല കള്ളനെ പർദീസായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നീ എന്നോട് പർദീസായിലായിരിക്കുമെന്നാണ് ഈശോ നല്ല കള്ളനോട് പറയുന്നത്. ആദത്തിന്റെ പാപം മൂലം നഷ്ടപ്പെട്ട ആ പർദീസ ഇവിടെ ഇതാ രണ്ടാം ആദമായ മിശിഹ തുറന്നു നൽകുകയാണ്. അവിടുന്ന് മരിക്കുന്നത് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ശത്രുസ്നേഹം പഠിപ്പിച്ച ഈശോ, ഗിരിപ്രഭാഷണത്തില് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഈശോ ഇതാ തന്റെ ശത്രുക്കൾക്ക് വേണ്ടി, തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ലോകവാസം വെടിയുന്നത്. എല്ലാം പൂർത്തിയായി, നീ എന്നെ ഏൽപ്പിച്ച പദ്ധതി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു,
ഇതാ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനിതാ സ്വയം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുന്ന ഈശോയെയാണ് കുരിശിൽ മരിക്കുന്ന സ്ലീവായിൽ നമ്മൾ കാണുന്നത്. അവിടുത്തെ സഹന മരണ സംസ്കാരങ്ങൾ അനുസ്മരിക്കുന്ന ഈ ദിവസത്തില് സഹനത്തിന്റെ രക്ഷാകരമായ മൂല്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളുമൊക്കെ മിശിഹായുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അവയ്ക്കും രക്ഷാകരമായ ഫലമുണ്ടാകുമെന്നുള്ളത് മിശിഹാ തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ വഹിക്കുന്നതിന് മിശിഹായുടെ ഈ മാതൃക നമുക്ക് സഹായകമാകട്ടെ, നമുക്ക് പ്രചോദനമാകട്ടെ. അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള ആ സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ആഘോഷമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ആ പെസഹായുടെ ഫലം, ആ രക്ഷണീയ കൃത്യത്തിന്റെ ഫലം നമുക്കും പ്രാപിക്കാം. തന്നെ ദ്രോഹിക്കുന്നവരോട് മിശിഹ പ്രദർശിപ്പിച്ച ആ ക്ഷമയും കരുണയും സഹാനുഭൂതിയുമെല്ലാം നമ്മെ ഉപദ്രവിക്കുന്നവരോടും നമ്മുടെ ശത്രുക്കളോടും പ്രദർശിപ്പിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നല്ല കളനെ പോലെ നമുക്ക് ഏറ്റു പറയാം, നീ ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ, നിന്നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അങ്ങനെ നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ട് അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഫലം നമുക്കും സ്വീകരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.